നമസ്കാരം. മഴക്കാലമൊക്കെ അല്ലേ. കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ വയറിളക്കമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം വരാതിരിക്കാൻ അല്ലെ തടയാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക. പാൽക്കുപ്പി കഴിവതും ഉപയോഗിക്കാതിരിക്കുക. പാല് നന്നായി തിളപ്പിച്ച ശേഷം മാത്രം നൽകുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നൽകുക. ഭക്ഷണം പാകം ചെയ്യുന്നതിനും പാത്രം കഴുകുന്നതിനും ഒക്കെ ശുദ്ധജലം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ആഹാര സാധനങ്ങൾ നന്നായി അടച്ചു സൂക്ഷിക്കുക. പഴകിയ ആഹാരപദാർത്ഥങ്ങൾ നൽകരുത്. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പും കൈകൾ നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കുഞ്ഞുങ്ങളുടെ പല്ല് വൃത്തിയാക്കാനായിട്ട് ശുദ്ധജലം ഉപയോഗിക്കുക. മത്സ്യം, മാംസം എന്നിവ നന്നായി പാകം ചെയ്ത് മാത്രം നൽകുക. മുട്ട വേവിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകുക. പിന്നെ വഴിയരികി വൃത്തിയില്ലാതെയും തുറന്നു വെച്ചിരിക്കുന്നതുമായ ഭക്ഷണപാനീയങ്ങൾ ഒന്നും കുഞ്ഞുങ്ങൾക്ക് നൽകരുത്. കൂടാതെ കുഞ്ഞുങ്ങളുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മലമൂത്ര വിസർജനം ശുചിമുറിയിൽ തന്നെ ചെയ്യുന്നതിന് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. മലമൂത്ര വിസർജനം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കഴുകിയതിന് ശേഷം മുതിർന്നവർ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം. ഉപയോഗിച്ച ഡയപ്പർ വലിച്ചെറിയരുത്. കുഞ്ഞുങ്ങളുടെ കൈനഖങ്ങളൊക്കെ വെട്ടി കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക. വയറിളക്ക രോഗമുള്ളവരുമായി കുഞ്ഞുങ്ങൾ ഇടപഴകുന്നത് ഒഴിവാക്കുക. കൂടാതെ നെല്ലിക്ക ലേഹ്യം, ബാലസർവാംഗം തുടങ്ങിയ മരുന്നുകളൊക്കെ രോഗപ്രതിരോധശേഷി കൂട്ടുന്നതിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്.